രൗദ്രം. രചന കാശിനാഥൻ. ഒരു പെൺകുട്ടിയല്ലേ രുദ്ര? പാവത്തിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. രണ്ടാളും കൂടി വരൂ. എല്ലാവരും താഴെ നിങ്ങളെ വെയിറ്റ് ചെയ്യുക. ലക്ഷ്മി പോയ ശേഷം രുദ്രൻ മുറിയിൽ നിന്ന് എത്തിയപ്പോൾ ദക്ഷ ജിമ്മുക്ക് കമ്മലിടിക്കുകയാണ്. അവനെ കണ്ടതും അവൾ പേടിയോടെ ഒതുങ്ങി നിന്നു. ജാനകി ആരെ അടി സ്നേഹിച്ചത്? അവൻ എവിടെയുള്ളവനായിരുന്നു? രുദ്രൻ്റെ ചോദ്യം കേട്ട് ദക്ഷൻ ഞെട്ടി. ഡി, അവൻ വീണ്ടും അലറി. എനിക്കറിയില്ല. ജാനകി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതെന്നാടി നിന്നോടൊന്നും പറയാഞ്ഞത്? ചോദിച്ചുകൊണ്ടവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു. അറിയില്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. അങ്ങനെ ഒരാളെക്കുറിച്ച് എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞില്ല. അഭിനയിക്കണ്ട, അതും എൻ്റെ മുൻപിൽ. ഈ രുദ്രനെ നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് വെറും പൊട്ടനാക്കിയിട്ട്. അച്ഛൻ ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് നേരാണ്. ദേവി ഇത് വിശ്വസിക്കണം. അവൾ വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. രുദ്രൻ ഇത്തിരി കൂടി ശക്തിയിൽ അവളുടെ മുടിയിഴകളിൽ പിടിച്ചു. എനിക്ക് തലവേദനിക്കുന്നു, ഒന്ന് വിടുവോ പ്ലീസ്? ഫോൺ റിങ് ചെയ്തതും രുദ്രൻ അവളിലെ പിടുത്തം വിട്ടു. അവനോടൊപ്പം താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദക്ഷ താൻ എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് ഭയന്നു. അപ്പോഴേക്കും കുടുംബത്തിലെ ആരൊക്കെയോ അറിഞ്ഞു കഴിഞ്ഞിരുന്നു രുദ്രൻ വിവാഹം കഴിച്ചത് അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി അല്ലെന്നുള്ളത്. എൻ്റെ നാരായണ, ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ ലക്ഷ്മി? ആരോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ദക്ഷയെ നോക്കി. അത് പിന്നെ വല്ലേട്ടാ, ആ പെൺകുട്ടി മറ്റൊരു പയ്യൻ്റെ കൂടി ഇറങ്ങിപ്പോയപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതാണ്. ശു, എന്നതാ എൻ്റെ ലക്ഷ്മി? അങ്ങനെ പോയെങ്കിൽ അവൾ പോട്ടെ. അതിന് പകരമായി ആ കുടുംബത്തിലെ തന്നെ ഒരുത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നോ? നിനക്ക് വെളിവും ബോധവും ഒക്കെ നഷ്ടമായോടി. രുദ്രൻ ഇറങ്ങി വന്നതും അയാൾ അവന് നേരെയും വഴക്കു പറഞ്ഞു. മോനെ, നീ എന്തു ഭാവിച്ചാ? ഇവളുടെ സഹോദരിയല്ലേ രായ്ക്ക് രാമാനം നാട് വിട്ട് കടന്നു കളഞ്ഞത്? ഇവൾ എങ്ങനെയുള്ളവളാണെന്ന് ആർക്കറിയാൻ രുദ്ര? നേരം കളയാതെ നീ ഇവളെ തിരിച്ചു കൊണ്ടുപോയി വിട്. രുദ്രൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരനായ മഹാദേവനായിരുന്നു അവനെയും അമ്മയും വഴക്കു പറഞ്ഞുകൊണ്ട് നിന്നത്. അവിടെ കൂടിയവർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് ദക്ഷയെ തിരികെ കൊണ്ടുപോയി വിടാനാണ്. രുദ്രൻ ആരോടും മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ്റെ പിന്നിലായി കുനിഞ്ഞ മുഖത്തോടെ പിടയുന്ന നെഞ്ചുമായി ദക്ഷ നിൽക്കുകയാണ്. എന്തൊക്കെയായാലും ഇത്രയായില്ല ദേവേട്ട. അതുകൊണ്ട് ഇനി ഇവളെ തിരിച്ചയക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കഷ്ടമല്ലേ? രുദ്രൻ വിവാഹം കഴിച്ച പെൺകുട്ടിയല്ലേ? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തി കൂടെ കൂട്ടിയിട്ട് പത്മിനി വല്യമ്മയാണ് ഒടുവിൽ ദക്ഷയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്. പത്മിനിയുടെ മകനാണ് ഇങ്ങനെ വരുന്നതെങ്കിലോ ഇതേ പ്രകാരമായിരിക്കുമോ നിങ്ങൾ ചെയ്യുന്നത്? മഹാദേവൻ അവരെ നോക്കി. എനിക്കറിയാം എന്താണ് വേണ്ടതെന്ന്. ഇവിടെ ആരും ഇതിൻ്റെ പേര് ബഹളം കൂട്ടണ്ട. ഒടുവിൽ രുദ്രൻ്റെ ഗർജനം അവിടെ ആകെ മുഴങ്ങി. പതിയെ പതിയെ ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. എല്ലാവരും അടുത്തടുത്താണ് താമസം. 10-25 ഏക്കറിൽ നീണ്ടു കിടക്കുന്ന തേവർ മഠം. അടുത്ത ദിവസത്തെ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നുവെന്ന് രുദ്രൻ എല്ലാവരെയും അറിയിച്ചു. അതിഥികളെയൊക്കെ ക്ഷണിച്ചിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? പലരും അവനോട് ചോദിച്ചു. സാരല്ല, എന്തെങ്കിലും കാരണം ഞാൻ പറഞ്ഞോളാം. രുദ്രൻ മറുപടിയും കൊടുത്തു. ലക്ഷ്മി സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും ഇത്തിരി അകൽച്ച പോലെയാണ്. ഒക്കെ കേട്ടു നിൽക്കാൻ മാത്രമേ ലക്ഷ്മിക്കപ്പോൾ കഴിഞ്ഞിരുന്നുള്ളൂ. അതാണ് സത്യം. കാരണം രുദ്രൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരനും സഹോദരിയുമൊക്കെ ആ കോമ്പൗണ്ടിൽ തന്നെയാണ് താമസം. ഒരു 10 മിനിറ്റ് നടന്നാൽ അവരുടെ വീട്ടിലെത്താം. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം അഭിമുഖീകരിച്ചപ്പോൾ ആരോടും തുറന്നു പറയാനും തോന്നിയില്ല. പിന്നെ മകനും അമ്മയും ചേർന്ന് തീരുമാനങ്ങളൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ രുദ്രൻ തന്നെയാണ് ദക്ഷയെ അവൻ വിവാഹം കഴിക്കുന്നു എന്നുള്ള കാര്യം തീരുമാനിച്ചത്. അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനാണ് ലക്ഷ്മി ശ്രമിച്ചത് പോലും. എന്നാൽ മകനെടുക്കുന്ന ഒരു ഡിസിഷനിലും അവൻ പിന്മാറില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒടുവിൽ ആ അമ്മ അവന് കൂട്ടായി നിൽക്കുകയായിരുന്നു. സരസ്വതി ഇവിടെ ഉണ്ടോ അമ്മേ? രുദ്രൻ്റെ ശബ്ദം കേട്ട് ലക്ഷ്മി മുഖമുയർത്തി. അടുക്കള
അടുക്കള ജോലികൾ ചെയ്യുന്ന സ്ത്രീയാണ് സരസു. എന്തേ, അകത്തുണ്ട്, ഒന്ന് വിളിക്ക്. അവൻ പറഞ്ഞതും ലക്ഷ്മി ചെന്നിട്ട് സരസുവിനെ വിളിച്ചുകൊണ്ട് വന്നു. ചേച്ചി നാളെ മുതൽ 1 മാസത്തേക്ക് ഇവിടേക്ക് വരണ്ട. ചേച്ചിക്ക് റെസ്റ്റ് തന്നിക്കുന്നു. രുദ്രൻ പറഞ്ഞതും സരസുവിൻ്റെ മുഖം വാടി. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ചേച്ചിക്ക് മാസം തോറും തരുന്ന ശമ്പളം അഡ്വാൻസ് ആയിട്ട് തരും. അതിനുശേഷമേ ചേച്ചിയെ പറഞ്ഞയക്കൂ. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചോളാം. അവർ തലകുലുക്കിക്കൊണ്ട് അവിടെ നിന്നും പിൻവാങ്ങി. സരസുവിനെ പറഞ്ഞു വിടുന്നത് എന്തിനാ മോനെ? സരസുവിന് പകരം ഇവിടെ ഒരാളുണ്ട്, അതുകൊണ്ടാണ്. തൻ്റെ പിന്നിലായി നിന്നിരുന്ന ദക്ഷയെ പിടിച്ച് മുന്നോട്ട് വലിച്ചു നീക്കിയിട്ട് രുദ്രൻ പറഞ്ഞപ്പോൾ അവളുടെ കൈ പറഞ്ഞു പോകുന്നത് പോലെയാണ് ദക്ഷയ്ക്ക് തോന്നിയത്. വേദന കൊണ്ട് അവൾ തേങ്ങി. രുദ്രൻ കൈവിട്. ലക്ഷ്മി മകൻ്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാവരുടെയും മുൻപിൽ പരിഹാസ കഥാപാത്രമായി ഞാൻ നിന്നത് ഇവളും ഇവളുടെ കുടുംബക്കാരും ഒക്കെ കാരണമല്ലേ? അവൻ അലറി. രുദ്ര, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മനസ്സിൽ ഒരുവനെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് അവൾ ഇവിടേക്ക് വന്നിട്ട് നിന്റെ ഭാര്യയെ കഴിയുന്നതിലും ഭേദം അവൾ ഇട്ടിട്ട് പോകുന്നതാടാ. പത്മിനി വല്യമ്മ രുദ്രനെ മയപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ കലഹിച്ചിറങ്ങിപ്പോയത് വല്യമ്മ കൂടി കണ്ടില്ലേ? ഞാനാണോ ഇവിടെ തെറ്റുകാരൻ? എന്നല്ലല്ലോ കുട്ടി പറഞ്ഞത്. ജാനകിയല്ലേ നമ്മളെ ചതിച്ചത്. അതിനു പകരമായി ദക്ഷയോടിങ്ങനെ. മതി, നിർത്തിക്കോ. ഇവിടെ ആരും ആർക്കു വേണ്ടിയും വക്കാലത്ത് പറയേണ്ട കാര്യമില്ല. എനിക്കതിഷ്ടമല്ല. പത്മിനിയെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ രുദ്രൻ കൈയെടുത്ത് വിലക്കി. ലക്ഷ്മി ഒന്നും മിണ്ടാതെ കൊണ്ട് സെറ്റിയിലിരിക്കുകയാണ്. ലക്ഷ്മി, നീ എന്തൊരിരിപ്പാണിത്? എഴുന്നേറ്റ് വന്നേ. കുളിച്ച് ഫ്രഷായിട്ട് നിലവിളക്കൊക്കെ കൊളുത്ത് നല്ലോണം പ്രാർത്ഥിക്കുക. ഈശ്വരൻ കൈവിടിയില്ല. പത്മിനി തൻ്റെ അനുജത്തിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രുദ്രൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ട് ലക്ഷ്മി എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു. അവൻ്റെ ഹൃദയം അത്രമാത്രം വേദനിക്കുന്നുണ്ട് ചേച്ചി. അതുകൊണ്ടാണ് രുദ്രൻ ഇങ്ങനെയൊക്കെ എല്ലാവരോടും പെരുമാറുന്നത്. അല്ലെങ്കിൽ ചേച്ചിയോട് ഇന്നേ വരേക്കും എതിർത്തൊരു വാക്ക് എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, സാരല്ല. അവൻ്റെ മാനസികാവസ്ഥ നമുക്കൊക്കെ അറിയാലോ. നീ അതോർത്ത് വിഷമിക്കണ്ട. എല്ലാം നല്ലതിനാവും. പത്മിനിയും ലക്ഷ്മിയും നോക്കിയപ്പോൾ ദക്ഷ ഒരു ജീവച്ചവം കണക്കി നിൽക്കുകയാണ്. സരസു, പത്മിനി വിളിച്ചപ്പോൾ ജോലിക്ക് സഹായത്തിനായി നിൽക്കുന്ന സ്ത്രീയെ നടന്നു വരുന്നത് ദക്ഷ കണ്ടു. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇവക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. പത്മിനി പറഞ്ഞതും സരയു ദക്ഷയെ നോക്കി. ദക്ഷ അവരോടൊപ്പം നടന്നു പോവുകയും ചെയ്തു. ഇവളൊരു പാവാണെന്ന് തോന്നുന്നു, അല്ലേ ലക്ഷ്മി? അവൾ പോയ വഴിയെ നോക്കി പത്മിനി പറയുകയാണ്. ആർക്കറിയാം, ദേവേട്ടൻ പറഞ്ഞ പോലെ ആ കുടുംബത്തിലെ ഒരു കണ്ണിയില്ലേ ഇവളും? മോശം വരില്ലല്ലോ. ഇവളുടെ അച്ഛൻ രുദ്രനോട് പണം വാങ്ങിയിട്ടുണ്ടെന്ന്. എത്രയാണെന്നൊന്നും അറിയില്ല. ആ പണം മടങ്ങി കൊടുക്കുകയാണെങ്കിൽ രുദ്രൻ ഇവളെ തിരിച്ചയക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ പോലെ അയാൾക്കെന്തോ വയ്യാഴിക ഉണ്ടായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ആവോ? വിവരമൊന്നും അറിയില്ലല്ലോ ലക്ഷ്മി. നമുക്കവരെ വിളിക്കൊന്നും വേണ്ടേച്ചി. ഇനി ഇതിൻ്റെ പേരിൽ രുദ്രൻ ഇവിടെ ബഹളം കൂട്ടണ്ട. ലക്ഷ്മിയും പത്മിനിയും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സരസു ദക്ഷയ്ക്ക് കുടിക്കുവാനായി ചായ എടുക്കുവാണ്. മോളെ, അവർ വിളിച്ചപ്പോൾ ദക്ഷ ഞെട്ടി മുഖമുയർത്തി. ഇതാ ചായ കുടിക്ക്. അവർ പറഞ്ഞതും അവൾ ചായ വാങ്ങി. കുറച്ച് ചക്ക വറുത്തതും ഉണ്ണിയപ്പവും പിന്നെ വേറെ 1-2 കൂട്ടം പലഹാരങ്ങളും ചേർത്ത് അവർ അവൾക്ക് വെച്ചു കൊടുത്തു. ചായ മാത്രം മതി, വേറൊന്നും വേണ്ടേച്ചി. കഴിക്കു കുഞ്ഞേ, വിശക്കുന്നില്ലേ? സരസു സ്നേഹത്തോടെ അവളെ നോക്കിയപ്പോൾ ദക്ഷയ്ക്ക് നെഞ്ച് നീറിപ്പിടഞ്ഞു. അച്ഛൻ്റെ വിവരമൊന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ പോയോ ആവോ? ഈശ്വര, എൻ്റെ അച്ഛനൊരാപത്തും വരുത്തില്ല. അവൾക്ക് ചങ്ക് പൊട്ടുകയാണ്. എന്നതെങ്കിലും കഴിക്ക് ദക്ഷ. ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. പിന്നിൽ നിന്നും ലക്ഷ്മിയുടെ ശബ്ദം. ഇരിപ്പിടത്തിൽ നിന്നും ദക്ഷ വേഗം എഴുന്നേറ്റു. അവിടെ ഇരിക്ക്, എന്തിനാ ഇത്ര തിടുക്കം? അവർ വഴക്കു പറഞ്ഞതും ദക്ഷ വീണ്ടും കസേരയിലിരുന്നു. ഓരോ നിമിഷവും നീറിപ്പിടഞ്ഞുകൊണ്ട് ദക്ഷ കഴിഞ്ഞുകൂടുമ്പോൾ ജാനകി ഒരു രാജകുമാരിയെപ്പോലെ കഴിയുകയാണ്. ഷോപ്പിംഗ് മാളിൽ കൂട്ടിക്കൊണ്ടു പോയിട്ട്
ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുകയാണ് ആൻറ്റിയും മകളും. ഒപ്പം അവളുടെ അമ്മ മാലതിയെയും കൂട്ടി തേനിയിലേക്ക് കൊണ്ടുപോകും. മാലതിയെയും കൂടി തേനിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. അതും കൂടി കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷമായി. അത് പങ്കുവയ്ക്കാൻ വേണ്ടി അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കോള് കണക്റ്റായില്ല. സമയം പോലെ അമ്മയോട് മിസ്ഡ് കോൾ തരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ കാര്യം പറയാമെന്ന് ജാനകി കരുതി. രാത്രി 10 മണിയായിട്ടും രുദ്രൻ തിരിച്ചെത്തിയില്ല. ലക്ഷ്മി പലതവണ വിളിച്ചു നോക്കി. വൈകാതെ എത്തുമെന്നും അവൻ പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. എന്നാൽ മടങ്ങി വന്നില്ല. ചീത്ത കൂട്ടുകെട്ടുകളോ വഴക്കോ യാതൊരു ദുശീലമോ ഒന്നുമില്ലാത്ത കാരണം ലക്ഷ്മിക്ക് ആ പേടിയില്ല. എന്നാലും മകൻ എത്താതെ വന്നപ്പോൾ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്നൊരു ശങ്ക അവളിൽ ഉടലെടുത്തു. ദക്ഷയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കി. എന്താ ദക്ഷ? അത് പിന്നെ ഫോണൊന്ന് തരാമോ? വീട്ടിലേക്ക് വിളിക്കാനാണ്. മടിച്ച് ഒടുവിൽ അവൾ ചോദിച്ചു. കുറച്ച് നിമിഷം അവർ ആലോചിച്ചു. എന്നിട്ട് മേശമേലിരുന്ന ഫോണെടുത്ത് അവളോട് നേർക്ക് നീട്ടി. പെട്ടെന്ന് വേണം, രുദ്രൻ അറിയരുത്. അവൾ തലകുലുക്കി. ഫോൺ മേടിച്ചിട്ട് വേഗം അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. തുടരും.